അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.ജെ.പി. സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കാനിരിക്കുന്ന വഖഫ് അമെൻമെന്റ് ബില്ല്, ഈ ബില്ല് നിയമമായി കഴിഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ, ഇന്ത്യയിലെ ഒരു വഖഫ് പ്രോപ്പർട്ടിയും പിന്നെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടാകുകയില്ല. നരേന്ദ്രമോദി സർക്കാർ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കാനും വെറുപ്പിന്റെ രാഷ്ട്രീയം കളിക്കാനും വേണ്ടി ഈ നിയമമെങ്ങാനും പാർലമെന്റിൽ പാസ്സാക്കിയാൽ, ഉദാഹരണമായി വഖഫ് ബൈ യൂസർ ആക്ട് ഇല്ലാതാവും. വഖഫ് ബൈ യൂസർ ആക്ട് ഇല്ലാതായാൽ ഉണ്ടാകുന്നത് എന്താണ്? നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ കൈവശം വെച്ചു പോരുന്ന, മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഖബർസ്ഥാൻ, ഖാൻഗാഹുകൾ, ദർഗകൾ, മുസാഫിർ ഖാനകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത്, ഇവയ്ക്കൊന്നും രജിസ്റ്റേർഡ് രേഖകൾ കണ്ടു എന്ന് വരികയില്ല. പുരാതന കാലത്ത് ഏതോ മുസ്ലിമീങ്ങൾ അവരുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഉപയോഗിക്കാൻ വേണ്ടി സ്ഥലം വഖഫ് ചെയ്തു, പള്ളിയായി, മദ്രസയായി, ഖാൻഖാ ആയി. അതിൻ്റെ ഒന്നും രേഖകൾ തപ്പിച്ചെന്നാൽ ആർക്കും ലഭിക്കുകയില്ല. പക്ഷെ 1995 പുതുക്കിയ വഖഫ് ആക്ട് പ്രകാരം, പഴയ നിയമമാണത്, അത് പുതുക്കിയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് 1995. അതനുസരിച്ച് വഖഫ് ബൈ യൂസർ ആക്ട് നിലവിലുണ്ട്. അതായത് അത് യുഗങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ആരാണോ അവർ തന്നെയാണ് അതിൻ്റെ അവകാശികൾ. വഖഫ് ബൈ യൂസർ ആക്ട് എടുത്തു കളഞ്ഞാൽ പിന്നെ അത്തരം പുരാതന വഖഫ് മുതലുകൾ, പ്രോപ്പർട്ടികൾ, അതിനൊന്നും രേഖയില്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ അവകാശികൾ ആര് എന്ന് പിന്നെ സർക്കാർ തീരുമാനിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ബി.ജെ.പി. സർക്കാർ വഖഫ് അമെൻമെന്റ് ബില്ല് എങ്ങാനും പാസ്സാക്കിയാൽ പിന്നെ ഒരു വഖഫിന്റെ സ്വത്തുക്കളും മുസ്ലിമീങ്ങളുടെ പക്കലല്ല, എല്ലാം സർക്കാരിന്റെ പക്കലാവും. അങ്ങനെ സംഭവിച്ചാൽ ആദ്യം ഇത് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും മദ്രസകൾ അതില്ലാതാവും. കാരണം മദ്രസകൾക്ക് അവയുടെ വാഖഫിനെ കുറിച്ച് രേഖകൾ കണ്ടു എന്ന് വരികയില്ല. അതാരാണ് വഖഫ് ചെയ്തത്, ആരാണ് വഖഫിലേക്ക് അത് എഴുതി തന്നത്, നൂറ്റാണ്ടുകളായി അത് ഉപയോഗിച്ചു പോരാണ്. മുസ്ലിമീങ്ങളുടെ മക്കൾ ദീൻ പഠിക്കുകയാണ് അതിൽ. പക്ഷെ അത് സർക്കാർ ഏറ്റെടുക്കും. സർക്കാർ പറയും, ഇനി ഞങ്ങൾ തീരുമാനിക്കും ആരാണ് അതിൻ്റെ അവകാശികളെന്ന്. മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു, ഹൈദരാബാദിലെ മക്ക മസ്ജിദ് പുരാതന കാലത്തെ പള്ളിയാണ്, പക്ഷെ അതിന് രജിസ്ട്രേഡ് ഡീഡില്ല, വഖഫ് ചെയ്തതിൻ്റെ രേഖകളില്ല, നൂറ്റാണ്ടുകളായി മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചു വരിക. അപ്പൊ ഈ നിയമപ്രകാരം അവർ പറയും, നിങ്ങൾ രജിസ്ട്രേഡ് ഡീഡ് കൊണ്ടുപോവാ. അദ്ദേഹം പറയാണ്, തെലങ്കാനയിൽ 33,000-ഓളം രജിസ്ട്രേഡ് വഖഫ് പ്രോപ്പർട്ടികളുണ്ട്. പക്ഷെ അതിൽ 90% പക്കലും രജിസ്ട്രേഡ് ഡീഡ് കൈവശമില്ല. അവർ പറയും, നോക്ക്, നിങ്ങൾ കണ്ടുപിടിക്കാൻ, വഖഫ് ബൈ യൂസർ ആക്ട് ഇപ്പം ഇല്ല, അതുകൊണ്ട് രജിസ്ട്രേഡ് ഡീഡ് ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഖബർസ്ഥാനുകൾ, ഖാൻഗാഹുകൾ, ദർഗകൾ, വഖഫ് ബൈ യൂസർ ആക്ട് ഇല്ലാതാകുന്നതോടുകൂടി ഇത് മുഴുവനും മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഇത് മാത്രമല്ല ഇതിൻ്റെ അപകടം, മറ്റൊരു അപകടം ഉണ്ട് ഇതിൽ. മസ്ജിദുകളുടെ കമ്മിറ്റികൾ, രേഖയുള്ള വഖഫിന്റെ രജിസ്ട്രേഡ് ഡീഡുള്ള മസ്ജിദുകളുടെ കമ്മിറ്റിയിൽ പോലും അവർ പറയും, ഞങ്ങൾ ബി.ജെ.പിയുടെ ആളെ വെക്കും, കമ്മിറ്റിയിൽ ബി.ജെ.പിയുടെ ആളെ വെക്കും, നിങ്ങൾ നിസ്കരിച്ചോളി, നിങ്ങൾക്ക് എന്താ കുഴപ്പം. ഈ ബില്ലില് ഒരു പ്രശ്നം കൂടിയുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതിൻ്റെ റൂൾസ്, അതിൽ വെക്കേണ്ട ബൈലോകൾ, അത് നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ച് ഇരുന്ന് തീരുമാനിക്കും, ഉണ്ടാക്കും. അതനുസരിച്ചായിരിക്കണം വഖഫിൻ്റെ ബൈലോകളും തയ്യാറാക്കപ്പെടേണ്ടത്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമാണ്. ഇതേപോലെ തന്നെ വഖഫ് ബോർഡിന് ആർക്കെങ്കിലും എതിരിൽ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അതും നരേന്ദ്രമോദി അറിയിക്കണം. നരേന്ദ്രമോദി പറയും, അപ്പോഴേ ആക്ഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരം മാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുള്ള ഈ വഖഫ് അമെൻമെന്റ് ബില്ലിനെതിരെ
മുസ്ലിമീങ്ങളുടെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും അറിയിക്കണം. 2 ദിവസമാണ് ഇനി അവശേഷിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ചെറിയൊരു ജോലി എല്ലാവരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇത് പ്രചരിപ്പിച്ച് മുസ്ലിമീങ്ങൾ ഉത്ബോധിപ്പിച്ച് 17 കോടി മുസ്ലിമീങ്ങളുണ്ട് ഇന്ത്യയിൽ. പക്ഷേ 1 കോടി പോലും തികഞ്ഞിട്ടില്ല ഇമെയിൽ അയച്ചവരുടെ എണ്ണം. എല്ലാവരും നബിദിനത്തിൻ്റെ തിരക്കിലോ നബിദിനം വേണോ വേണ്ടയോ എന്ന ചർച്ചയുടെ തിരക്കിലൊക്കെയാണ്. പക്ഷെ ഇതിനിടയിൽ മുസ്ലിമീങ്ങളെ കാത്തിരിക്കുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് മുസ്ലിമീങ്ങൾ അശ്രദ്ധയിലാണ്, ഗഫ്ലത്തിലാണ്. അതുകൊണ്ട് കാര്യഗൗരവത്തോടെ ഇത് കണക്കിലെടുത്ത് ഉടൻ തന്നെ പ്രതികരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിനെ അള്ളാഹു എല്ലാ വിധത്തിലും സംരക്ഷിക്കുമാറാകട്ടെ.